ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാമത്തെ അധ്യായം, അതിൽ 51-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ പഞ്ചവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈരഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദധേ ഹരഃ. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തസ്തേ തപസ്തേ വർഷാണാമയുതം ജലേ. പ്രാചീനബർഹിഷം ക്ഷത്തഃ കർമ്മസ്വാസക്തമാനസം നാരദോऽധ്യാത്മതത്ത്വജ്ഞഃ കൃപാലു പ്രത്യബോധയത്. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മന ഈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യത്തെ. രാജോവാച. ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ദധി. ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്ഛേത കർമ്മഭിഃ. ഗൃഹേഷു കൂടധർമ്മേഷു പുത്രദാരധനാർത്ഥധീ. ന പരം വിന്ദതേ മൂഢോ ഭ്രാമ്യൻ സംസാരവത്മസു. നാരദ ഉവാച. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരേ. സപ്ജ്ഞാപിതാൻ ജീവസംഘാൻ നിർഘൃണേന സഹസ്രശഃ. ഏതേ ത്വാം സംപ്രതീക്ഷന്തെ സ്മരന്തോ വൈശസം തവ. സംപരേതമയക്കൂട ഛിന്ദന്ത്യുത്ഥിതമന്യവഃ. അത്ര തേ കഥയിഷ്യേമുമിതിഹാസം പുരാതനം. പുരഞ്ജരസ്യ ചരിതം നിബോധ ഗതതോ മമ. ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ ബൃഹത്ശ്രവാഃ. തസ്യാ വിജ്ഞാതനാമാസീത് സഖാ വിജ്ഞാതചേഷ്ടിതഃ. സോന്വേഷമാണഃ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭു. നാനുരൂപം യദാ വിന്ദദഭൂത് സ വിമനാ ഇവ. ന സാധു മേ നേതാ സർവാ ഭൂതലേ യാവതീ പുരാ. കാമാൻ കാമയമാനോऽസൗ തസ്യ തസ്യോപപത്തയേ. സ ഏകദാ ഹിമവതോ ദക്ഷിണേഷ്വഥ സാനുഷു ദദർശ നവഭിർദ്വാർഭിഃ പുരം ലക്ഷിതലക്ഷണാം. പ്രാകാരോപവനാട്ടാലപ്പരിഖൈരക്ഷതോരണൈഃ സ്വർണ്ണരൗപ്യായസൈഃ ശൃംഗൈഃ സങ്കുലാം സർവതോ ഗൃഹൈഃ. നീലസ്ഫടിക വൈഡൂര്യമുക്താമരതകാരുണൈഃ ക്ലിപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീമിവ. സഭാചത്വരരഥ്യാഭിരാക്രീഡായതന ആപണൈഃ ചൈത്യധ്വജപതാകാഭിര്യുക്താം വിദ്രുമവേദിഭിഃ. പുര്യാസ്തു ബാർഹ്യോപവനെ ദിവ്യദ്രുമലതാകുലേ നദദ്വിഹംഗാളികുല കോലാഹലജലാശയേ. ഹിമനിർഝരവിപ്രുഷ്മൽ കുസുമാകര വായുനാ ചലൽപ്രവാളവിടപ നളിനീതടസമ്പതി. നാനാരണ്യമൃഗവ്രാതൈർ അനാബാധേ മുനിവ്രതൈഃ ആഹൂതം മന്യതേ പാന്ഥോ യത്ര കോകിലകൂജിതൈഃ. യദൃച്ഛയാ ആഗതാം തത്ര ദദർശ പ്രമദോത്തമാം ഭൃത്യൈർദശഭിരായാന്തീം ഏകൈകശതനായകൈഃ. പഞ്ചശീർഷാഹിനാഗുപ്താം പ്രദീഹാരേണ സർവതഃ അന്വേഷമാണാം ഋഷഭമപ്രൗഢാം കാമരൂപിണീം. സുനാസാം സുദതീം ബാലാം സുകപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം. പിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം കുണദ്ഭ്യാം ചലതീം നൂപുരൈർദേവതാമിവ. സ്തനൗ വ്യഞ്ജിതകൈശോരൗ സമവൃത്തൗ നിരന്തരൗ വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാ ഗജഗാമിനീം. താമാഹലളിതം വീര സവ്രീഡസ്മിതശോഭനാം സ്നിഗ്ധേനാപാംഗപുംഖേന സ്പൃഷ്ട പ്രേമോദ്ഭ്രമദ്ഭ്രുവാ. കാത്വം കഞ്ചബലാസാക്ഷി കസ്യാസീഹ കുതഃ സതി ഇമാമുപപുരീം ഭീരു കിം ചികീർഷസി ശംസമേ.
കയേതേനുപഥാത്യേത ഏകാദശ മഹാഭടാ ഏതാവാലലനാ സുഭ്രൂ കോയം തേഹി പുരസ്സരഃ ത്വം ഹ്രീർഭവാന്യസ്യഥ വാഗ്രമാപതിം വിചിന്വതി കിം മുനിവദ്രഹോ വനേ ത്വദംഘ്രികാമാപ്തസമസ്തകാമം കുപത്മകോശപതിതക്കരാഭ്യാം നാസാം വരോർവന്യതമാ ഭുവിസ്പൃക് പുരീമിമാം വീരവരേണ സാകം അർഹസ്യലം ഗർത്തുമദഭ്രകർമ്മണ ലോകം പരം ശ്രീരിവ യജ്ഞപുംസ യദേശമാപാംഗവിഖണ്ഡിതേന്ദ്രിയം സവ്രീഡഭാവസ്മിതവിഭ്രമദ്ഭ്രുവാ ത്വയോപസൃഷ്ടോ ഭഗവാൻ മനോഭവപ്രബാധതേഥാനുഗൃഹാണ ശോഭനേ തദാനനം ശുഭ്രസുതാരലോചനം വ്യാളംബിനീലാളകവൃന്ദസംവൃതം ഉന്നീയ മേ ദർശയവദ്ഗുവാചകം യദ്വ്രീഡയാനാഭിമുഖം ശുചിസ്മിതേ. നാരദ ഉവാച ഇത്തം പുരഞ്ജനം നാരീ യാജമാനമധീരവത് അഭ്യനന്ദത തം വീരം ഹസന്തി വീരമോഹിത ന വിദാമ വയം സമ്യക് കർത്താരം പുരുഷർഷഭ ആത്മനശ്ച പരസ്യാപി ഗോത്രം നാമ ജയൽകൃതം ഇഹാദ്യസന്തമാത്മാനം വിദാമ ന തതഃ പരം യേനേയം നിർമ്മിതാ വീര പുരി ശരണമാത്മനഃ ഏതേ സഖായ സഖ്യോ മേ നരാനാര്യശ്ച മാനദ സുപ്തായാം മയി ജാഗർത്തി നാഗോയം പാലയൻ പുരീം ദിഷ്ട്യാഗതോസി ഭദ്രം തേ ഗ്രാമ്യാൻ കാമാനഭീപ്സസേ ഉദ്വഹിഷ്യാമി താം സ്തേഹം സ്വബന്ധുഭിരരിന്ദമാ ഇമാം ത്വമധിതിഷ്ഠസ്വ പുരീം നവമുഖീം വിഭോ മയോപനീതാൻ ഗൃഹാന കാമഭോഗാൻ ശതം സമാ കന്നുത്വദന്യം രമയേ ഹ്യരതിജ്ഞമകോവിദം അസംപരായാഭിമുഖം അശ്വസ്തനവിദം പശും ധർമ്മോ ഹ്യർത്ഥാർത്ഥകാമൗ ച പ്രജാനന്ദോമൃതം യശഃ ലോകാവിശോകാവിരജ യാന്ന കേവലിനോ വിദുഃ പിതൃദേവർഷിമർത്യാനാം ഭൂതാനാമാത്മനശ്ച ക്ഷേമ്യം വദന്തി ശരണം ഭവേസ്മിൻ യദ്ഗൃഹാശ്രമഃ കാ നാമ വീരവിഖ്യാതം വദാന്യം പ്രിയദർശനം ന വൃണീത പ്രിയം പ്രാപ്തം മാതൃശീ ത്വാദൃശം പതിം കസ്യാമനസ്തേ ഭുവി ഭോഗി ഭോഗയോ സ്ത്രിയാ ന സബ്ജേൽ ഭുജയോർമഹാഭുജ യോ നാഥവർഗാധിമലം ഘൃണോദ്ധത സ്മിതാവലോകേന ചരത്യപോഹിതം. നാരദ ഉവാച ഇതി തൗ ദമ്പതീ തത്ര സമുദ്യസമയം മിഥഃ താം പ്രവിശ്യ പുരീം രാജൻ മുമുദാദേശതം സമാ ഉപഗീയമാനോ ലളിതം തത്ര തത്ര ജഗായകൈഃ ക്രീഡൻ പരിവൃതസ്ത്രീഭിർഹൃദിനീമാവിശത്ശുചൗ സപ്തോപരികൃതാദ്വാരഃ പുരസ്തസ്യാസ്തു ദ്വേ അധഃ പൃഥഗ് വിഷയഗത്യർത്ഥം തസ്യാം യഃ കശ്ചനേശ്വരഃ പഞ്ചദ്വാരസ്തു പൗരസ്ത്യ ദക്ഷിണൈകാ തഥോത്തര പശ്ചിമേ ദ്വേ അമൂഷാം തേ നാമാനി നൃപവർണ്ണയേ ഖദ്യോദാവിർമുഖീ പ്രാഗ് ദ്വാരാവേഗത്ര നിർമ്മിതേ വിഭ്രാജിതം ജനപദം യാതിതാഭ്യാം ദ്യുമത്സഖഃ നളിനീ നാളിനീ ച പ്രാഗ് ദ്വാരവേഗത്ര നിർമ്മിതേ അവധൂതസഖസ്താഭ്യാം വിഷയം യാതി സൗരഭം മുഖ്യാ നാമ പുരസ്താൽ ദ്വാസ്തയാപണബഹൂദനൗ വിഷയം യാതി പുരരാഡരസജ്ഞ വിപണാൻവിതഃ പിതൃഹുർനൃപപുര്യാദ്വാർ ദക്ഷിണേന പുരഞ്ജനഃ രാഷ്ട്രം ദക്ഷിണപാഞ്ചാലം യാതി ശ്രുതധരാൻവിതഃ ദേവഹൂർനാമ പുര്യാദ്വാ ഉത്തരേണ പുരഞ്ജനഃ രാഷ്ട്രമുത്തരപഞ്ചാലം യാതി ശ്രുതധരാൻവിതഃ. അപ്പോൾ ഇത് 51ാമത്തെ ശ്ലോകം ഇത്രയും വരെ ആണ് എടുത്തത്. ഇനി അടുത്തത് 52ാമത്തെ ശ്ലോകമാണ്.
ആസുരീ നാമ പശ്ചാദ്വാസ്തയായാതി പുരഞ്ജന ഗ്രാമകം നാമ വിഷയം ദുർമദേന സമന്വിത. ആസുരീ നാമ പശ്ചാദ്വാസ്തയായാതി പുരഞ്ജന ഗ്രാമകം നാമ വിഷയം ദുർമദേന സമന്വിത. പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്ത് ആസുരീ നാമ, ആസുരി എന്നു പേരുള്ള ഒരു ദ്വാരമുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത്. പുരഞ്ജനൻ അതിലൂടെ ദുർമദേന സമന്വിത, ദുർമദൻ എന്നവനോട് കൂടിയിട്ട്, ദുർമദൻ എന്നവനോട് കൂടിയിട്ട് ഗ്രാമകം എന്നു പേരായിട്ടുള്ള ആ ദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആസുരീ നാമ പടിഞ്ഞാറ് ഭാഗത്ത് ആസുരി എന്ന് പേരുള്ള ആ ദ്വാരത്തിൽ സ്ഥയായാതി, അതിലൂടെ പുരഞ്ജനൻ സഞ്ചരിച്ചു. ഗ്രാമകം നാമ വിഷയം, ഗ്രാമകം എന്ന് പറയപ്പെടുന്ന വിഷയം ഉള്ള സ്ഥലത്ത് ജനപദത്തിലേക്ക് ദുർമദേന സമന്വിത, ദുർമദൻ എന്നുള്ള സഖാവിൻ്റെ കൂടെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. പശ്ചാൽ പടിഞ്ഞാറ്, ആസുരീ നാമ, ആസുരി എന്നു പേരുള്ള ദ്വാഹ ഒരു ദ്വാരമുണ്ട്. പുരഞ്ജനൻ തയാ അതിലൂടെ ദുർമദേന സമന്വിത, ദുർമദൻ എന്നവനോട് കൂടിയിട്ട് ഗ്രാമകം നാമ, ഗ്രാമകം എന്നു പേരായിട്ടുള്ള വിഷയം ദേശത്തിലേക്ക്, വിഷയം എന്ന് പറഞ്ഞത് ദേശം, വിഷയം ദേശത്തിലേക്ക് യാതി പോയിക്കൊണ്ടിരിക്കുന്നു. എന്നുകൂടി പറയാം. പശ്ചാത് പടിഞ്ഞാറ്, ആസുരീ നാമ, ആസുരി എന്നു പേരുള്ള ദ്വാഹ ഒരു ദ്വാരം ഉണ്ട്. ആ പുരഞ്ജനൻ തയാ അതിലൂടെ ദുർമദേന സമന്വിത, ദുർമദൻ എന്നവനോടുകൂടെ ഗ്രാമകം നാമ, ഗ്രാമകം എന്നു പേരായ വിഷയം ദേശത്തിലേക്ക് യാതി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് പശ്ചാത് ആസുരീ നാമ ദ്വാ പുരഞ്ജന തയാ ദുർമദേന സമന്വിത ഗ്രാമകം നാമ വിഷയം യാതി. ഒന്നും കൂടി പറയാം. പശ്ചാത് ആസുരീ നാമ ദ്വാഹ പുരഞ്ജന തയാ ദുർമദേന സമന്വിത ഗ്രാമകം നാമ വിഷയം യാതി. പടിഞ്ഞാറ് ആസുരി എന്നു പേരുള്ള ഒരു ദ്വാരമുണ്ട്. പുരഞ്ജനൻ അതിലൂടെ ആ ദുർമദൻ എന്നവനോട് കൂടിയിട്ട് ഗ്രാമകം എന്നു പേരായ ദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ദുർമദൻ എന്ന സഖാവോടുകൂടി പുരഞ്ജനൻ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആസുരി എന്ന ദ്വാരത്തിലൂടെ ഗ്രാമകം എന്ന പ്രദേശത്തിലേക്കും ലുബ്ധകൻ എന്ന സഖാവോടുകൂടി, ഇതുപോലെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ലുബ്ധകൻ എന്ന സഖാവിനോടുകൂടി അതേ ദിശയിലുള്ള വൈശസം എന്ന പ്രദേശത്തിലേക്കും സഞ്ചരിക്കുന്നു. അത് അടുത്ത ശ്ലോകത്തിൽ നിർത്തിർനാമ പശ്ചാദ്വാസ്തയായാതി പുരഞ്ജന. ആ പടിഞ്ഞാറ് ഭാഗത്ത് നിർത്തി പേരുള്ള ഒരു ദ്വാരണ്ട്, അതിലൂടെ ആ പുരഞ്ജനൻ യാതി സഞ്ചരിക്കുന്നു. വൈശസം നാമ വിഷയം, വൈശസം എന്നു പേരായിട്ടുള്ള ദേശത്ത് ലുബ്ധകൻ എന്ന പേരുള്ള ഒരു സഖാവിനോട് കൂടിയിട്ടാണ് ആ പുരഞ്ജനൻ അവിടേക്ക് പോകുന്നത്. അതാണ് അടുത്ത ശ്ലോകം, 83-ാമത്തെ ശ്ലോകം. നിർത്തിർനാമ പശ്ചാദ്വാ സ്തയായാതി പുരഞ്ജന വൈശസം നാമ വിഷയം ലുബ്ധകേന സമന്വിത. പശ്ചാത് ആ പടിഞ്ഞാറ്, നിർത്തി നാമ, നിർത്തി എന്നു പേരായിട്ടുള്ള ദ്വാഹ ഒരു ദ്വാരമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യം ആസുരി എന്ന് പറഞ്ഞിട്ടുള്ള നാമുണ്ട്, ഒരു ദ്വാരമുണ്ട്. പിന്നെ നിർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വാരമുണ്ട്. പുരഞ്ജനൻ അതിലൂടെ ലുബ്ധകൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു സഖാവിൻ്റെ കൂടെ വൈശസം എന്ന വിഷയം പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലത്തെ പദങ്ങൾ പശ്ചാത് പടിഞ്ഞാറ്, നിർത്തി നാമ, നിർത്തി എന്നു പേരായിട്ടുള്ള ദ്വാഹ ദ്വാരമുണ്ട്. പുരഞ്ജനൻ തയാ അതിലൂടെ ലുബ്ധകേന സമന്വിത, ലുബ്ധകൻ എന്നവനോടുകൂടെ വൈശസം നാമ, വൈശസം എന്നു പേരായിട്ടുള്ള വിഷയം പ്രദേശത്തേക്ക് യാതി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് പശ്ചാത് നിർത്തി നാമ ദ്വാഹ പുരഞ്ജന തയാ ലുബ്ധകേന സമന്വിത വൈശസം നാമ വിഷയം യാതി. എന്നുകൂടി പറയാം. പശ്ചാത് നിർത്തി നാമ ദ്വാഹ പുരഞ്ജന തയാ ലുബ്ധകേന സമന്വിത വൈശസം നാമ വിഷയം യാതി. പടിഞ്ഞാറ് ആ നിർത്തി എന്നു പേരായിട്ടുള്ള ദ്വാരമുണ്ട്. പുരഞ്ജനൻ അതിലൂടെ
ലുബ്ധകൻ എന്നവനോട് കൂടിയിട്ട് വൈശസം എന്ന ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ദുർമദൻ എന്ന സഖാവോടുകൂടി പുരഞ്ജനൻ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആസുരി എന്ന ദ്വാരത്തിലൂടെ ഗ്രാമകം എന്ന പ്രദേശത്തേക്കും ലുബ്ധകൻ എന്ന സഖാവോട് കൂടിയിട്ട് അതേ ദിശയിലുള്ള വൈശസം എന്ന പ്രദേശത്തേക്കും സഞ്ചരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഗ്രാമകം എന്നത് ഗൃഹസ്ഥാശ്രമത്തെ നിർദ്ദേശിക്കുകയാണ്. അതായത് ശിശ്നം അഥവാ ഗുഹ്യമാണ് ആസുരി എന്ന് പറയുന്ന ആ ദ്വാരം. ശിശ്നം അഥവാ ഗുഹ്യമാണ് ആസുരി എന്ന് പറയുന്നത്. അതിൽ സൂക്ഷ്മ രൂപത്തിൽ ഇരിക്കുന്ന ഇന്ദ്രിയമാണ് ദുർമദൻ. ഗൃഹസ്ഥാശ്രമത്തെ പ്രവേശിച്ച് ആ പത്നി സമേതനായിട്ട് രതിസുഖം അനുഭവിക്കുന്നു എന്നർത്ഥം. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചിട്ട് പത്നി സമേതനായിട്ട് രതിസുഖം അനുഭവിക്കുന്നു എന്നർത്ഥം. ഗുദദ്വാരമാണ് നിർഋതി എന്ന് പറയുന്ന പായു എന്ന ഇന്ദ്രിയം. മലദ്വാരം ഗുദദ്വാരം ആണ് നിർഋതി എന്ന് പറയുന്ന പായു എന്ന ഇന്ദ്രിയം. അതാണ് ലുബ്ധകൻ. ആ ലുബ്ധകൻ വൈശസം എന്ന ശബ്ദം, വൈശസം എന്ന ശബ്ദം, അതായത് മലവിസർജനത്തെ പ്രതിനിധീകരിക്കുന്ന ആ ദ്വാരം ആണ് അത്. അപ്പോൾ ആ വൈശസം എന്നുള്ള സ്ഥലത്തേക്കാണ് ആ ലുബ്ധകൻ്റെ കൂടെ ആ പുരഞ്ജനൻ ആ ദ്വാരത്തിലൂടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നിർഋതി എന്നുള്ള ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നത്. ജാഗ്രത അവസ്ഥയിൽ ഗുഹ്യാവയവം കൊണ്ട് സ്ത്രീസുഖവും ഗുദം കൊണ്ട് മലവിസർജനവും നടത്തുമെന്ന് സാരം. അതായത് ഒരു ജീവൻ ഓരോരോ ആ ദ്വാരങ്ങളിലൂടെ ചെയ്യുന്ന ആ ഇന്ദ്രിയ വിഷയങ്ങളുടെ ഭോഗത്തെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പുരഞ്ജനൻ അതൊക്കെ അനുഭവിക്കുകയാണ്. അപ്പം അതാണ് ആ രണ്ട് ശ്ലോകങ്ങൾ. ആസുരീ നാമ പശ്ചാദ്വാസ്തയായാതി പുരഞ്ജന ഗ്രാമകം നാമ വിഷയം ദുർമദേന സമന്വിത നിർഋതിർനാമ പശ്ചാദ്വാസ്തയായാതി പുരഞ്ജന വൈശസം നാമ വിഷയം ലുബ്ധകേന സമന്വിത. അപ്പോൾ ആസുരി എന്ന ദ്വാരം പിൻഭാഗത്തേക്ക് ഉള്ളതാകുന്നു. പുരഞ്ജനൻ ദുർമദൻ എന്ന ആ സഖാവോടുകൂടി ഗ്രാമകം എന്ന രാജ്യത്തിലേക്ക് ആ ദ്വാരത്തിലൂടെ ഗമിക്കുന്നു. പിന്നെ അടുത്തത് നിർഋതി എന്നു പേരുള്ള മറ്റൊരു ദ്വാരം കൂടി ആ പിൻവശത്തുണ്ട്. പുരഞ്ജനൻ ലുബ്ധകൻ എന്ന സഖാവോട് കൂടിയിട്ട് ആ മാർഗത്തിലൂടെ വൈശസം എന്ന രാജ്യത്തിലേക്ക് ഗമിക്കുന്നു. അപ്പോൾ ഇവിടെ പടിഞ്ഞാറുള്ള ഒരു ദ്വാരത്തിന് ആസുരി എന്നു പേർ. ആ മാർഗത്തിൽ കൂടി പുരഞ്ജനൻ ദുർമദൻ എന്നു പേരായ സഖാവോട് കൂടി ചേർന്ന് ആ ഗ്രാമകം എന്നു പേരായിട്ടുള്ള ആ ദേശവിഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്ന സ്വഭാവമുള്ളവർ അധികം ആദരിക്കുന്ന ശിശ്നം എന്ന അവയവത്തിന് ആസുരി എന്നും അതിൽ സൂക്ഷ്മരൂപേണ നിവസിക്കുന്ന ഗുഹ്യം എന്ന ഇന്ദ്രിയത്തിന് ദുർമദൻ എന്നും പേരുണ്ട്. സ്ത്രീഭോഗജന്യമായിരിക്കുന്ന സുഖത്തിന് ഗ്രാമകം എന്നും പേർ കൽപ്പിച്ചിരിക്കുന്നു. ഗ്രാമം ഗൃഹസ്ഥാശ്രമത്തെ നിർദ്ദേശിക്കുന്നു. അതിലിരിക്കുന്നവർക്ക് കം സുഖം, കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം. ഈ ഇന്ദ്രിയ പ്രധാനമായതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഗ്രാമകം എന്ന ആ സ്ത്രീ സുഖത്തിന് പേര് കൽപ്പിച്ചിരിക്കുന്നു. പടിഞ്ഞാറുള്ള മറ്റൊരു ദ്വാരത്തിന് നിർഋതി എന്നാണ് പേര്. അതിൽ കൂടെ പുരഞ്ജനൻ ലുബ്ധകൻ എന്ന സഹായിയോട് കൂടിയിട്ട് വൈശസം എന്ന ദേശഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. ഗുദദ്വാരത്തെ നിർഋതി എന്നും അതിനെ ആശ്രയിച്ചിരിക്കുന്ന പായു എന്ന ഇന്ദ്രിയത്തെ ലുബ്ധകൻ എന്നും ആ മലവിസർജനത്തെ വൈശസം എന്നും നാമധേയങ്ങൾ കൊണ്ട് കാണിച്ചിരിക്കുന്നു. ഈ പുരത്തിലുള്ള മാർഗങ്ങളുടെ കൂട്ടത്തിൽ പുറത്തേക്ക് പോവാൻ ദ്വാരങ്ങളില്ലാത്ത അത് ഇനിയിപ്പോൾ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒന്ന് ഗുദദ്വാരവും ഒന്ന് മറ്റത് ശിശ്നവും. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ ആസുരീ നാമൈ ആസുരീ നാംനൈകേ ആസുരീ നാംനൈകേന ആസുരീ നാംനൈക
ആസുരീ നാംനൈകേനാദോ ആധോദ്വാരേണ, അധോദ്വാരം എന്നർത്ഥം. ആസുരീ നാമത്തിലുള്ള ആ അധോദ്വാരത്തിലൂടെ, ആസുരീ നാംനൈകേനാധോദ്വാരേണ ഗ്രാമകം. അപ്പോൾ ആസുരി എന്ന് പേരുള്ള ആ അധോദ്വാരത്തിലൂടെ ഗ്രാമകം എന്ന സ്ഥലത്തേക്ക് പോകുന്നു പുരഞ്ജനൻ. ആസുരി നാംനൈകേനാധോദ്വാരേണ ഗ്രാമകം. പിന്നെ അപരേണ അടുത്ത മറ്റൊന്ന് ആയിരിക്കുന്നത് നിർഹൃതിർനാമ പശ്ചാത്. നിർഹൃതി എന്ന് പേരുള്ള ആ പശ്ചിമദ്വാരത്തിലൂടെ വൈശസം എന്നുള്ള ജനപദത്തിൽ എത്തുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ആസുരീ നാംനൈകേന ആധോദ്വാരേണ ഒന്നിച്ച് പറയണത്. ആസുരീ നാംനൈകേന ആധോദ്വാരേണ ഗ്രാമകം. പിന്നെ അപരേണ നിർഹൃതിർനാംനാ പശ്ചാദ്വാരേണ വൈശസം. അങ്ങനെ രണ്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള അല്ലെങ്കിൽ പിൻഭാഗത്തുള്ള രണ്ട് ഗുഹ്യഭാഗങ്ങൾ, അതായത് ശിശ്നം അതുപോലെ ഗുദം, ഇതിലൂടെ ഗ്രാമകം എന്നുള്ള സ്ഥലം, അതായത് ഗൃഹസ്ഥാശ്രമം, അതുപോലെ മറ്റത് മലവിസർജനം, ഇത് രണ്ടും ആ ഇന്ദ്രിയ അനുഭൂതികൾ ഭോഗങ്ങൾ ആ പുരഞ്ജനൻ അനുഭവിക്കുന്നു എന്നർത്ഥം. അതിലൂടെയൊക്കെ പോയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം വന്നിട്ട് 54-ാമത്തെ ശ്ലോകം. 54-ാമത്തെ ശ്ലോകം. അന്ധാവമീഷാം പൗരാണാം നിർവാക്പേശസ്കൃതാവുഭൗ അക്ഷ്വന്നതാമധിപതിസ്താഭ്യാം യാതി കരോതി ച. അന്ധാവമീഷാം പൗരാണാം നിർവാക്പേശസ്കൃതാവുഭൗ അക്ഷ്വന്നതാമധിപതിസ്താഭ്യാം യാതി കരോതി ച. അപ്പോൾ ഈ പുരവാസികളിൽ ഈ പുരത്തിൽ വസിക്കുന്നവരിൽ നിർവാക് പേശസ്കൃതവും നിർവാക്ക് പേശസ്കൃത് എന്നീ പേരിലുള്ള രണ്ട് പേര്. ഈ പുരവാസികളിൽ നിർവാക്ക് എന്ന് പറയുന്നതും പേശസ്കൃത് എന്ന് പറയുന്ന രണ്ട് ആൾക്കാർ, അവർ രണ്ടും അന്ധന്മാരാണ്. അന്ധാവമീഷാം പൗരാണാം, അന്ധന്മാരാണ് പുരത്തിൽ വസിക്കുന്ന നിർവാക് പേശസ്കൃതാവുഭൗ, ഇങ്ങനെ രണ്ട് പേര്. അക്ഷ്വണ്വതാം, കാഴ്ചയുള്ളവയുടെ അധിപതി, അക്ഷ്വണ്ണതാം അധിപതി സ്ഥാഭ്യാം, ആ കാഴ്ചയുള്ളവയുടെ അധിപനായിരിക്കുന്ന പുരഞ്ജനൻ അവ കൊണ്ട് സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ കാഴ്ചയുള്ള അക്ഷ്വണ്ണതാം അധിപതിം സ്ഥാഭ്യാം, കാഴ്ചയുള്ളവയുടെ അധിപതിയായിരിക്കുന്ന ആ പുരഞ്ജനൻ ഈ നിർവാക് പേശസ്കൃത് എന്നുള്ള ആ രണ്ട് അന്ധന്മാരായിട്ടുള്ള ആ പുരവാസികളോട് കൂടിയിട്ട് സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. അമീഷാം പൗരാണാം, ഈ പുരവാസികളിൽ. അമീഷാം പൗരാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരവാസികളിൽ നിർവാക് പേശസ്കൃത, നിർവാക്ക് പേശസ്കൃത്ത് എന്നിവ, ഉഭൗ രണ്ടും, അന്ധൗ അന്ധന്മാരാണ്, അക്ഷണ്വതാം കാഴ്ചയുള്ളവയുടെ അധിപതി അധിപനായിരിക്കുന്ന പുരഞ്ജനൻ, താഭ്യാം അവരെ കൊണ്ട്, ആ അന്ധന്മാരായവരെ കൊണ്ട് നടക്കുകയാണ്, അവരെ കൊണ്ട് യാതി സഞ്ചരിക്കുകയും കരോതിച പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ അന്ധന്മാരായ രണ്ട് സഖാക്കളെ കൊണ്ടാണ് ആ പുരവാസികളെ കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്, നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആ പുരഞ്ജനൻ. ഒന്നാലോചിച്ചു, അന്ധര് നമ്മളെ നിയന്ത്രിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? അപ്പോൾ അമീഷാം പൗരാണാം, ഈ പുരവാസികളിൽ നിർവാക് പേശസ്കൃതവും, നിർവാക്ക് പേശസ്കൃത്ത് എന്നിവർ, ഉഭൗ രണ്ടും, അന്ധൗ അന്ധരാണ്, അക്ഷ്വണ്വതാം കാഴ്ചയുള്ളവയുടെ അധിപതി അധിപനായിരിക്കുന്ന പുരഞ്ജനൻ, താഭ്യാം അവരെ കൊണ്ട്,
യാതി സഞ്ചരിക്കുകയും കരോതിച്ച പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിൽ തന്വയം വന്നിട്ട് അമീഷാം പൗരാണാം നിർവാക് പേശസ്കൃതൗ ഉഭൗ അന്ധൗ അക്ഷണ്വതാം അധിപതി താഭ്യാം യാതി കരോതിച്ച. എന്നും കൂടി പറയാം. അമീഷാം പൗരാണാം നിർവാക് പേശസ്കൃതൗ ഉഭൗ അന്ധൗ അക്ഷ്വണ്ണതാം അധിപതി താഭ്യാം യാതി കരോതിച്ച. ഈ പുരവാസികളിൽ നിർവാക്ക് പേശസ്കൃത്ത് എന്ന് പറയുന്ന രണ്ട് അന്ധന്മാരാണ്. ആ കാഴ്ചയുള്ളവയുടെ അധിപതനായിരിക്കുന്ന പുരഞ്ജനൻ അവരെ കൊണ്ട് സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ രാജധാനിയുടെ മാർഗങ്ങളുടെ ഇടയിൽ ദ്വാരങ്ങളില്ലാത്ത രണ്ട് സ്ഥാനങ്ങളുണ്ട്. അതാണ് പറയുന്നത്. ദ്വാരങ്ങളില്ലാത്ത രണ്ട് സ്ഥാനങ്ങളുണ്ട്. നിർവാക്ക് എന്നും പേശസ്കൃത് എന്നും അവയ്ക്ക് നാമമാകുന്നു. നിർവാക്ക് എന്നും പേശസ്കൃത് എന്നും അവയ്ക്ക് നാമമാകുന്നു. ആ ഇന്ദ്രിയങ്ങളുടെ അധിപതിയായിരിക്കുന്ന പുരഞ്ജനൻ നിർവാക്ക് എന്നതുകൊണ്ട് സഞ്ചരിക്കുകയും പേശസ്കൃത് എന്നതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സഖാക്കളായിട്ടുള്ള രണ്ട് പുരവാസികൾ ഉള്ള നിലയ്ക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ രാജധാനിയുടെ മാർഗങ്ങളുടെ ഇടയിൽ ദ്വാരങ്ങളില്ലാത്ത രണ്ട് സ്ഥാനങ്ങളുണ്ട്. നിർവാക്ക് എന്നും പേശസ്കൃത് എന്നും അവയ്ക്ക് നാമമാകുന്നു. ഇന്ദ്രിയങ്ങളുടെ ആ അധിപതിയായിരിക്കുന്ന പുരഞ്ജനൻ നിർവാക്ക് എന്നതുകൊണ്ട് സഞ്ചരിക്കുകയും പേശസ്കൃത് എന്നതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിർവാക്ക് എന്നാൽ ആ പാദങ്ങൾ, പേശസ്കൃത് എന്നാൽ ആ ശില്പവേലകൾ ചെയ്യുന്നവൻ എന്ന അർത്ഥമുണ്ട്. അത് കൈകൊണ്ടാകയാൽ പേശസ്കൃത് എന്ന കൈകളും കാലുകളെ കൊണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. കൈകാലുകൾക്ക് ദ്വാരങ്ങൾ ഇല്ലായകയാലാണ് അന്ധങ്ങളാകുന്നത്. അവയ്ക്ക് ദ്വാരങ്ങളില്ലാത്തത് കൊണ്ടാണ് അവയെ ആ പുരവാസികൾ അന്ധന്മാരാണെന്ന് പറയാനുള്ള കാര്യം. നിർവാക്ക് എന്നാൽ പാദങ്ങൾ, പേശസ്കൃത് എന്നാൽ ആ ശില്പവേല ചെയ്യുന്നവർ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ അത് കൈകൊണ്ടാകയാൽ പേശസ്കൃത് എന്നാൽ കൈകളെന്നർത്ഥം. കൈകാലുകൾക്ക് ദ്വാരങ്ങളില്ലാത്തയാൽ അത് അന്ധങ്ങളാകും. അക്ഷുണ്ണൻ എന്നാൽ രണ്ട് കണ്ണുകളും ഉള്ളവൻ. തദസ്യാസ്ത്യസ്മിന്നിതി മതുപ്പ് എന്ന സൂത്രപ്രകാരം മതു പ്രത്യയം അക്ഷിണീസ്തഃ അസ്യേതി അക്ഷ്വണ്ണാൻ തേഷാം. അതായത് അക്ഷ്വണ്ണതാമധിപതി എന്നാൽ സാമാന്യേന ഇന്ദ്രിയങ്ങളുടെ അധിപതി എന്നർത്ഥം. അക്ഷികൾ മറ്റുള്ളവയുടെ ഉപലക്ഷണം ആണ്. അക്ഷ്വണ്ണത എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അധിപതി എന്നാണ് അർത്ഥം. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ കാൽ കൊണ്ട് നടക്കുന്നു, കൈകൾ കൊണ്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നർത്ഥം. ത്വക്ക് സർവത്ര അന്തർഭവിച്ചിരിക്കുന്നതിനാലാണ് പ്രത്യേകം എടുത്തു പറയാത്തത്. ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നുവെന്നും അർത്ഥമെടുക്കണം. അപ്പം ഈ പൗരന്മാരിൽ വെച്ചിട്ട് നിർവാക്ക്, പേശസ്കൃത് എന്നിവർ അന്ധന്മാരാകുന്നു. പുരസ്വാമി ഇവരുടെ സഹായത്തോട് കൂടിയിട്ട് പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുരഞ്ജനൻ അന്തഃപുരത്തിലെ സർവകാര്യവും അറിയുന്ന ഈ പുരത്തിലുള്ള മാർഗങ്ങളുടെ കൂട്ടത്തിൽ ആ പുറത്തേക്ക് പോകാൻ ദ്വാരങ്ങളില്ലാത്ത രണ്ട് സ്ഥാനങ്ങൾ, അതാണ് നിർവാക്ക് എന്നും പേശസ്കൃത് എന്നും പറയുന്ന രണ്ട് സ്ഥലങ്ങൾ. ആ രണ്ടിനും പേര്. ആ രണ്ടിൽ നിർവാക്ക് എന്നതിനെ കൊണ്ട് ആ ദ്വാരങ്ങളുടെ അധിപതിയായിരിക്കുന്ന പുരഞ്ജനൻ സഞ്ചരിക്കുകയും പേശസ്കൃത് എന്നതിനെ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിർവാക്ക് എന്ന് കാലുകൾക്കും പേശസ്കൃത് എന്ന കൈകൾക്കും സംജ്ഞ ചെയ്തിരിക്കുന്നു. ദ്വാരരഹിതങ്ങളാകയാൽ അവ അന്ധങ്ങൾ ആണ് എന്ന് അവയെ കൽപ്പിച്ചിരിക്കുന്നു. ജീവൻ ഇഷ്ടപ്രകാരം സഞ്ചരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുവാൻ പാദങ്ങളെയും കരങ്ങളെയും ഉപയോഗിക്കുന്നുവെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറയണത് നോക്കാം. പുര്യാസ്തത്ര, ആ പുരിയിലെ പൗരാണാം, പൗരന്മാരുടെ കൂട്ടത്തിൽ മധ്യേ, അതിലെ നിർവാക്ക് എന്നും പേശസ്കൃത്, നിർവാക് പേശസ്കൃതൗ ദ്വാവന്ധൗ, രണ്ട് അന്ധന്മാരായിട്ടുള്ള സേവകന്മാരുണ്ട്. തയോരേകേന അവർ യാത്യന്തരേണ കരോതി, അവരോട് കൂടിയിട്ട്
യാത്യന്ത് ദേഹത്തിൽ മുഴുവൻ ശരീരത്തിൽ മുഴുവൻ പ്രവർത്തിക്കുകയും പിന്നെ എന്താ പറഞ്ഞത് സഞ്ചരിക്കുകയും ചെയ്യണം നടക്കുകയും സഞ്ചരിക്കുകയും അതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണു എന്നുള്ളതാണ്. അതാണ് ഈ വ്യാഖ്യാനത്തിലെ പറയുന്നത്. എന്താ പുര്യാസ്തത്ര പൗരാണാം മധ്യേ, ആ പുരിയിൽ പുരവാസികളിൽ മധ്യത്തിലായിട്ട് നിർവാക് പേശസ്കൃതവും ദ്വാവന്ധവും, നിർവാക്ക് എന്നും പേശസ്കൃത് എന്നുള്ള അന്ധന്മാരായിട്ടുള്ള സേവകന്മാർ തയോരേഖേന അവരോട് ചേർന്നിട്ട് യാത്യന്തരേണ നടക്കുകയും ഉള്ളിൽ നടക്കുകയും സഞ്ചരിക്കുകയും ചെയ്യണു. ആ ജീവൻ നടക്കുകയും പുരിയിൽ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നർത്ഥം. അപ്പോൾ വ്യാഖ്യാനം പുര്യാസ്തത്ര പൗരാണാം മധ്യേ നിർവാക് പേശസ്കൃതൗ ദ്വാവന്ധൗ സേവകൗ തയോരേകേന യാത്യന്തരേണ കരോതി എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനം ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 55-ാമത്തെ ശ്ലോകം. സ യർഹി അന്തഃപുരഗതോ വിഷൂജീന സമന്വിതഃ മോഹം പ്രസാദം ഹർഷം വാ യാതി ജായാത്മതേജു ആത്മജോദ്ഭവം. സ യർഹി അന്തഃപുരഗതോ സ യർഹി അന്തഃപുരഗതോ വിഷൂജീന സമന്വിതഃ മോഹം പ്രസാദം ഹർഷം വാ യാതി ജായാത്മജോദ്ഭവം. അപ്പോൾ എപ്പോഴാണോ അവൻ വിഷൂജീനൻ എന്ന സേവകനോട് കൂടിയിട്ട് അന്തഃപുരത്തിൽ വന്നത്, അപ്പോൾ ആ ഭാര്യാപുത്രാദികൾ നിമിത്തമായി ഉണ്ടാവുന്ന മോഹം, ആ പ്രസാദം, ആ സന്തോഷം എന്നിവ അവയെ പ്രാപിക്കുന്നു. എപ്പോഴാണോ അവൻ ഇവിടെ രാജധാനികളുടെ മാർഗത്തിലൂടെ എപ്പോഴാണോ അവൻ ആ അവൻ വിഷൂജീനൻ എന്ന സേവകനോടുകൂടി സഹ യർഹി അന്തഃപുരഗതോ സേവകനോടുകൂടി ആ അന്തഃപുരത്തിൽ വന്നത്, അപ്പോൾ ആ ഭാര്യാപുത്രാദികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള മോഹം, പ്രസാദം, ഹർഷം, സന്തോഷം എന്നിവ അവയെ പ്രാപിക്കണു. അപ്പം ആ ജീവൻ അപ്പോൾ അദ്ദേഹം വിഷൂജീനൻ എന്ന അസുഹൃത്തോട് കൂടിയിട്ട് സ യർഹി അന്തഃപുരഗതോ വിഷൂജീന സമന്വിതഃ. അതിലത്തെ പദങ്ങൾ നോക്കാം. യർഹി എപ്പോഴാണോ, സഹ അവൻ, വിഷൂജീന സമന്വിതഃ വിഷൂജീനൻ എന്ന സേവകനോടുകൂടെ ആ അന്തഃപുരഗത ആ അന്തഃപുരത്തിൽ വന്നത്, അപ്പോൾ ജായാത്മജോദ്ഭവം ഭാര്യാപുത്രാദികൾ നിമിത്തമായുണ്ടാകുന്ന മോഹം, പ്രസാദം, ഹർഷം വാ സന്തോഷം എന്നിവ യാതി പ്രാപിക്കുന്നു. എന്നുകൂടി പറയാം. യർഹി എപ്പോഴാണോ, സഹ അവൻ, വിഷൂജീന സമന്വിതഃ വിഷൂജീനൻ എന്ന സേവകനോടുകൂടെ അന്തഃപുരഗത അന്തഃപുരത്തിൽ വന്നത്, അപ്പോൾ ജായാത്മജോദ്ഭവം ഭാര്യാപുത്രാദികൾ നിമിത്തമായുണ്ടാവുന്ന മോഹം, പ്രസാദം, ഹർഷം, സന്തോഷം എന്നിവ പ്രാപിക്കുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് യർഹി സഹ വിഷൂജീന സമന്വിതഃ അന്തഃപുരഗത ജായാത്മജോദ്ഭവം
മോഹം പ്രസാദം ഹർഷം വാ യാതി. എന്നും കൂടി പറയാം. യർഹി സഹ വിഷൂചീന സമന്വിത അന്തഃപുരഗതത്തഥാ ജായാത്മജോദ്ഭവം മോഹം പ്രസാദം ഹർഷം യാതി. എപ്പോഴാണോ അവൻ ആ വിഷൂചീനൻ എന്ന സേവകനോടുകൂടെ ആ അന്തഃപുരത്തിൽ വന്നത്, അപ്പോൾ ആ ഭാര്യാപുത്രാദികൾ നിമിത്തമുണ്ടായിരിച്ചിട്ടുള്ള മോഹം, പ്രസാദം, ഹർഷം, സന്തോഷം എന്നിവയെ പ്രാപിക്കുന്നു. അദ്ദേഹം വിഷൂചീനൻ എന്ന സുഹൃത്തോടുകൂടി അന്തഃപുരത്തിൽ പ്രവേശിക്കുമ്പോൾ ഭാര്യാപുത്രാദികളിൽ നിന്നും ഉണ്ടാകുന്ന മോഹം, പ്രസാദം, സന്തോഷം എന്നീ അവസ്ഥകളെ അനുഭവിക്കുന്നു അർത്ഥം. വിഷൂചി എന്നാൽ ഒരു ഭയങ്കര രോഗമാണ്. ഭക്ഷ്യവിഷബാധ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന ഉദരവ്യാധി. വിഷയാസക്തിയുടെ ശമനത്തിനാണ് ആ അന്തഃപുരത്തിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ ആ ഫലം വ്യത്യസ്തങ്ങളാണ്. അവിടെ ഭാര്യാപുത്രാദികളോടുകൂടി കഴിഞ്ഞുകൂടുമ്പോൾ ചിലപ്പോൾ സന്താപവും ചിലപ്പോൾ സന്തോഷവും എല്ലാം ഉണ്ടാകും. ജാഗ്രത അവസ്ഥയിലെ ആ മാനസിക വിചാരങ്ങളുടെ വൈവിധ്യങ്ങളെയാണ് ഇവിടെ സ്പർശിക്കുന്നത്. അന്തഃപുരം എന്നാൽ അത് ഹൃദയമാണ്. ജായ എന്ന് പറയുന്ന ബുദ്ധി, ആത്മജൻ അതിൽ നിന്നുമുണ്ടാകുന്ന ആ ഇന്ദ്രിയ പരിണാമങ്ങളും ആണ്. അപ്പോൾ ഇത്രയും ശ്ലോകങ്ങളിൽ ആ ജാഗ്രത അവസ്ഥയിലുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങളെ ആലങ്കാരികമായി വർണ്ണിക്കുകയാണ്. ജാഗ്രത അവസ്ഥയിൽ കാമാസക്തി കൊണ്ട് സംസാരബന്ധം അനുക്രമം വർദ്ധിക്കുകയാണെന്ന് ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പുരഞ്ജനാണ് അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കുന്നത്. പുരഞ്ജനൻ വിഷൂചീനോട് കൂടിയിട്ട് അന്തഃപുരം പ്രാപിക്കുമ്പോൾ പത്നി, പുത്രന്മാർ എന്നിവരിൽ നിന്നും ഉണ്ടാകുന്ന മോഹം, പ്രസാദം, ഹർഷം എന്നിവയെ പ്രാപിക്കണു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുരഞ്ജനൻ അന്തഃപുരത്തിലെ സർവകാര്യവും അറിയുന്ന ആ ഭാര്യയുടെ അന്തരംഗ സഖാവിനോടുകൂടെ ചേർന്ന്, അതായത് വിഷൂചീനുള്ള സഖാവിനോടുകൂടി ചേർന്ന് അന്തഃപുരത്തിൽ പ്രവേശിക്കുമ്പോൾ ഭാര്യാപുത്രന്മാർ എന്നിവരിൽ നിന്ന് ചിലപ്പോൾ മോഹം, ചിലപ്പോൾ പ്രസാദം, ചിലപ്പോൾ സന്തോഷം എന്നിവയെ അനുഭവിക്കുന്നു. അന്തഃപുരം ഹൃദയം. വിഷൂചീനം എന്നത് ഏതു ഭാഗത്തും സഞ്ചരിക്കുന്ന മനസ്സ് ആണർത്ഥം. ആ ഭാര്യ ബുദ്ധി, പുത്രന്മാരെ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ആ തമോ ഗുണാധിക്യത്താൽ മോഹം, സത്വഗുണാധിക്യത്താൽ പ്രസാദം, രജോ ഗുണാധിക്യത്താൽ ഹർഷം എന്നീ അവസ്ഥകളെ ആ ജീവൻ ആ ബുദ്ധിയുടെ സംബന്ധം നിമിത്തം പ്രാപിക്കുന്നു. ബുദ്ധ്യാദി ആ സംബന്ധം കൊണ്ട്, ബുദ്ധ്യാദികളുടെ സംബന്ധം കൊണ്ട് പ്രാപിക്കുന്നു. ഇപ്രകാരം ഭാര്യാപുത്രാദികൾക്ക് വേണ്ടിയിട്ട് പുരഞ്ജനൻ കർമ്മങ്ങളിൽ തൽപരനും ആവുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. പുരഞ്ജനൻ അന്തഃപുരത്തിലെ സർവകാര്യവും അറിയുന്ന ഭാര്യയുടെ അന്തരംഗ സഖാവിനോട് കൂടിയിട്ട് ചേർന്ന് ആ അന്തഃപുരത്തിൽ പ്രവേശിച്ചപ്പോൾ ഭാര്യാപുത്രന്മാർ എന്നിവരിൽ നിന്നും ചിലപ്പോൾ ഉണ്ടാകുന്ന മോഹം, ചിലപ്പോൾ പ്രസാദം, ചിലപ്പോൾ സന്തോഷം എന്നിവയെ അനുഭവിക്കുന്നു. അന്തഃപുരം എന്ന് പറയുന്നത് ഹൃദയം. വിഷൂചീനം എന്നത് ഏത് ഭാഗത്തും സഞ്ചരിക്കുന്ന മനസ്സ് എന്നർത്ഥം. ഏത് ഭാഗത്തും സഞ്ചരിക്കുന്ന ആ മനസ്സ് ഭാര്യ, ബുദ്ധി, പുത്രന്മാർ, ഇന്ദ്രിയങ്ങൾ തമോ ഗുണാധിക്യത്താൽ തമോ ഗുണാധിക്യത്താൽ ഉണ്ടാവണ മോഹം, പിന്നെ സത്വഗുണാധിക്യത്താൽ പ്രസാദം ഉണ്ടാവണം, രജോ ഗുണാധിക്യത്താൽ ഹർഷം എന്നീ ആ അവസ്ഥകളിൽ ആ ജീവൻ ആ ബുദ്ധ്യാദി സംബന്ധം നിമിത്തം വ്യാപിക്കുന്നു. ആ ജീവൻ ഇതൊക്കെ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. പുര്യാസ്തത്ര പൗരാണാം മധ്യേ നിർവാക് പേശസ്കൃതൗ ദ്വാവന്ധൗ സേവകൗ തയോരേകേന യാത്യന്തരേണ കരോതി. അത് കഴിഞ്ഞിട്ട് പുരഞ്ജനോ, ആ പുരഞ്ജനൻ വിഷൂചീന സമന്വിതോ, വിഷൂചീനോട് കൂടിയിട്ട് എന്ന സഖാവിനോട് കൂടിയിട്ട് അന്തഃപുരേഗത, ആ അന്തഃപുരത്തിൽ ചെന്നപ്പോൾ സൻ അദ്ദേഹത്തിന് മോഹം, പ്രസാദം, ഹർഷം വാ പ്രാപ്നോതി. ആ ഭാര്യാപുത്രാദി കളത്രങ്ങളിൽ കൂടെ ഒക്കെ ചേർന്നിട്ട് ഉണ്ടാവണ ആ സത്വഗുണപ്രധാനമായിരിക്കണം മോഹം,
രജോ ഗുണപ്രദമായിരിക്കുന്ന ഹർഷം, തമോ ഗുണപ്രധാനമായിരിക്കുന്ന മോഹം, രജോ ഗുണപ്രദമായിരിക്കുന്ന പ്രസാദം, തമോ ഗുണപ്രസായിരിക്കുന്ന ഹർഷം, ഇങ്ങനെയെല്ലാം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനത്തിൽ പുരഞ്ജനോ വിഷൂജീന സമന്വിതോ അന്തഃപുരേഗത. പുരഞ്ജനൻ വിഷൂജീനൻ എന്നവനോട് കൂടിയിട്ട് ആ അന്തഃപുരത്തിലേക്ക് പോയപ്പോൾ അവിടെ അഭാര്യാപുത്ര കളത്രാദികളിൽ നിന്നും അദ്ദേഹത്തിന് ആ ജീവന് മോഹം, പ്രസാദം, ചിലപ്പോൾ മോഹം പ്രസാദം ഉണ്ടായി, ചിലപ്പോൾ ഹർഷം, ഇവയൊക്കെ അദ്ദേഹം പ്രാപിച്ചു. പുരഞ്ജനോ വിഷൂജീന സമന്വിതോ അന്തഃപുരേ ഗതഃ സന്മോഹം പ്രസാദം ഹർഷം വാ. ഇങ്ങനെ ഇതൊക്കെ ആ ജീവന് അവിടെ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം, ഇതൊക്കെ ആ ജാഗ്രത അവസ്ഥയിൽ ആ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആ ജീവൻ, ആ പുരഞ്ജനൻ ഇങ്ങനെ ഇപ്രകാരം ആ ബുദ്ധിയുമായിട്ട് ചേർന്നിട്ട് ഉള്ള ആ പുരത്തിലെ വാസത്തിന്, ജാഗ്രത അവസ്ഥയുടെ കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഏവം കർമ്മസു സംസക്തഃ കാമാത്മാ വഞ്ചിതോ ബുധഃ മഹിഷീ യദ്യദീഹേത തത്തദേവ അന്വവർത്തത. ഏവം കർമ്മസു സംസക്തഃ കാമാത്മാ വഞ്ചിതോ ബുധഃ മഹിഷീ യദ്യദീഹേത തത്തദേവ അന്വവർത്തത. ഇങ്ങനെ ആ കർമ്മങ്ങൾ, പല കർമ്മങ്ങളും ചെയ്തിട്ട് ഇപ്രകാരം ആ കർമ്മങ്ങളിൽ ആസക്തനായിട്ട് കാമത്താൽ സ്വാധീനിക്കപ്പെട്ടു. ആ ജീവൻ കാമത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ട് വഞ്ചിതനായി, ചതിക്കപ്പെട്ടവനായി, അവിദ്വാനായിട്ടും തീർന്നു ആ പുരഞ്ജനൻ. അവിദ്വാനായി, അബുധ, അവിദ്വാനായിട്ട് തീർന്നു ആ പുരഞ്ജനൻ. എന്നിട്ട് തൻ്റെ രാജ്ഞി എന്തെല്ലാം കൊതിച്ചുവോ അവയെല്ലാം അതിനെയൊക്കെ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഭാര്യയെ അനുസരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഏവം കർമ്മസു സംസക്തഃ കാമാത്മാ വഞ്ചിതോ ബുധഃ മഹിഷീ യദ്യദീഹേത തത്തദേവ അന്വവർത്തത. കർമ്മസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ, ഏവം ഇപ്രകാരം, സംസക്തഃ ആസക്തനായിട്ടും, കാമാത്മാ കാമത്താൽ സ്വാധീനിക്കപ്പെട്ടവനായിട്ടും, വഞ്ചിതഃ വഞ്ചിതനായിട്ടും, അബുധഃ അവിദ്വാനായിട്ടും തീർന്ന ആ പുരഞ്ജനൻ മഹിഷി തൻ്റെ രാജ്ഞി യത് യത് എന്തെല്ലാം ഈഹേത കൊതിച്ചുവോ തൽ തൽ ഏവ അവയെല്ലാം അന്വവർത്തത അനുസരിച്ചു. എന്നുകൂടി പറയാം. കർമ്മസു കർമ്മങ്ങളിൽ, ഏവം ഇപ്രകാരം, സംസക്തഃ ആസക്തനായും, കാമാത്മാ കാമത്താൽ സ്വാധീനിക്കപ്പെട്ടവനായും, വഞ്ചിതനായും, അബുധ അവിദ്വാനായും തീർന്ന ആ പുരഞ്ജനൻ മഹിഷി ആ തൻ്റെ രാജ്ഞി യത് യത് എന്തെല്ലാം ഈഹേത കൊതിച്ചുവോ തത് തത് ഏവ അവയെല്ലാം അന്വവർത്തത അവയൊക്കെ അനുസരിച്ചു. അപ്പോൾ അന്വയം വന്നിട്ട് കർമ്മസുഹു ഏവം സംസക്തഃ കാമാത്മാ വഞ്ചിതഃ അബുധഃ പുരഞ്ജനഃ മഹിഷീ യത് യത് ഈഹേത് തത് തത് ഏവ അന്വവർത്തത. എന്നുകൂടി പറയാം. കർമ്മസുഹു ഏവം സംസക്തഃ കാമാത്മാ വഞ്ചിതഃ അബുധഃ മഹിഷീ യത് യത് ഈഹേത തത് തത് ഏവ അന്വവർത്തത. കർമ്മങ്ങളിൽ ഇപ്രകാരം ആസക്തനായിട്ട്, കാമത്താൽ സ്വാധീനിക്കപ്പെട്ടവനായിട്ട്, വഞ്ചിതനായിട്ടും അവിദ്വാനായി തീർന്ന ആ പുരഞ്ജനൻ തൻ്റെ രാജ്ഞി എന്തെല്ലാം കൊതിച്ചുവോ അതിനെയെല്ലാം അനുസരിച്ചു നടന്നു എന്നർത്ഥം. കർമ്മസുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിഹീനനായിരിക്കുന്ന മനുഷ്യൻ, ആ ബുദ്ധിഹീനനായിരിക്കുന്ന മനുഷ്യൻ കാമത്താൽ വഞ്ചിക്കപ്പെട്ടവനായിട്ട് ആ കാമ്യകർമാസക്തി നിമിത്തം ആ ഭാര്യയെ തൃപ്തിപ്പെടുത്തുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടെ അവൾ പറയുന്നത് മുഴുവൻ അനുസരിച്ച് നടന്നു. അപ്പോൾ ഇങ്ങനെ ആ കാമ്യകർമ്മങ്ങളിൽ സക്തനും കാമലംബടനും ദൈവത്താൽ വഞ്ചിതനും അജ്ഞനും ആയിരിക്കുന്ന അവൻ ആ പത്നി എന്തെല്ലാം ആഗ്രഹിച്ചുവോ അതെല്ലാം അനുസരിച്ചു. അപ്പോൾ ഇപ്രകാരം ആ ഭാര്യാപുത്രാദികൾക്ക് വേണ്ടിയിട്ട് പുരഞ്ജനൻ കർമ്മങ്ങളിൽ ഏറ്റവും തൽപരനായിരിക്കുന്നു.
ആ ഭാര്യ ഏതേതിൽ ഏർപ്പെടുന്നുവോ അതിനെ താനും അനുസരിച്ചു. അതിന് കാരണം തൻ്റെ മനസ്സ് ആ കാമാധീനമായി ആ ഭാര്യയിൽ നിന്നും ലഭിക്കുന്ന കാമം തുച്ഛവും ക്ഷണികവും ആണെന്നറിവാൻ ശക്തമായിരുന്നില്ല. അതിനും കാരണം ഭാര്യയുടെ ആ വിലാസാദിഭാവങ്ങളിൽ വഞ്ചിതനായതും ആകുന്നു. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് ഏവം പുരഞ്ജന, ഇപ്രകാരം ആ പുരഞ്ജനൻ കർമാസക്തനായിട്ട് സൻ സ്ത്രീ യഥാ, ആ സ്ത്രീ തൻ്റെ ഭാര്യ യഥാ എന്തെല്ലാം കരോതി ചെയ്തുവോ തഥാ അനുവർത്തതെ അതിനെയൊക്കെ അനുസരിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്തു എന്നർത്ഥം. ഏവം പുരഞ്ജന, ഇപ്രകാരം ആ പുരഞ്ജനൻ കർമാസക്ത, കർമ്മത്തിൽ ആസക്തനായിട്ട് സൻ സ്ത്രീ, ആ തൻ്റെ ആ പത്നി യഥാ കരോതി എന്തെല്ലാം ചെയ്തുവോ അതിനെയൊക്കെ തഥാ അനുവർത്തത്തെ അതിനെയൊക്കെ അനുവർത്തിച്ചു അർത്ഥം. അപ്പോൾ ഏവം പുരഞ്ജന കർമാസക്ത സൻ സ്ത്രീ യഥാ കരോതി തഥാനുവർത്തത്തെ അതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത് എന്താ എന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്? ക്വചിത് പിബന്ധ്യാം പിബതി മദിരാം മദവിഹ്വലഃ അസ്നന്ദ്യാം ക്വചിദസ്നാതി ജക്ഷത്യാം സഹ ജക്ഷതി ക്വചിൽ പിബന്ധ്യാം പിബതി മദിരാം മദവിഹ്വലഃ അസ്നന്ദ്യാം ക്വചിദസ്നാതി ജക്ഷത്യാം സഹ ജക്ഷതി. എപ്പോഴെങ്കിലും അവൾ മദ്യപാനം ചെയ്യുന്ന സമയത്ത് പുരഞ്ജനനും ആ മദ്യം പാനം ചെയ്യും. ക്വചിത് പിബന്ധ്യ, എപ്പോഴെങ്കിലും മദ്യം കുടിക്കുന്ന സമയത്ത് പിബതി മദിരാം, ആ മദിരയെ, ആ മദവിഹ്വല, ആ ഭാര്യ മദ്യം കഴിക്കുന്ന സമയത്ത് ഈ പുരഞ്ജനനും മദ്യം കഴിക്കും, പിബതി പാനം ചെയ്യും. മദവിഹ്വല ഭവതി, ലഹരിയിൽ മയങ്ങിയവനായിട്ട് ഭവിക്കും. അങ്ങനെ മദവിഹ്വല ഭവതി, ലഹരിയിൽ മയങ്ങിയവനായിട്ട് ഭവിക്കും. പിന്നെ ക്വചിത് അസ്നന്ദ്യാം, അവൾ തിന്നു കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അസ്നാദി താനും കൂടെ തിന്നും. ജക്ഷത്യാം, ഭക്ഷണം കഴിക്കുമ്പോൾ സഹ കൂടെ ഇരുന്ന് ജക്ഷതി ഭക്ഷണം കഴിക്കും. അപ്പോൾ ക്വചിത് പിബന്ത്യാം പിബതി മദിരാം, ചില സമയത്ത് ആ ഭാര്യ ആ മദിര കുടിക്കുന്ന സമയത്ത് ആ പുരഞ്ജനനും ആ മദിരയെ കുടിക്കും. മദവിഹ്വല, എന്നിട്ട് ആ വിലാസനായിട്ട് അസ്നന്ദ്യാം ഭക്ഷണം കഴിക്കും. ക്വചിത് അസ്നാദി, ചില സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ജക്ഷത്യാം സഹ ജക്ഷതി, അതുപോലെ ആ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. തിന്നുന്ന സമയത്ത് തിന്നും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കും. പിന്നെ ക്വചിത് ഗായതി ഗായന്ത്യാം, പാട്ട് പാടുന്ന സമയത്ത് പാട്ട് പാടും. രുദത്യാം രുദതി ക്വചിൽ, കരയുന്ന സമയത്ത് കരയും. ക്വചിത് ഹസന്ത്യാം, ചിരിക്കുന്ന സമയത്ത് ഹസതി. അടുത്ത ശ്ലോകമാണത്. ക്വചിത് ഹസന്ത്യാം ഹസതി, ചിലപ്പോൾ ചിരിക്കും. ആ ചിരിക്കുന്ന സമയത്ത് ഇദ്ദേഹവും ചിരിക്കും. ജൽപ്പന്ത്യാമനുജൽപ്പന്തി, ജൽപ്പന്തി എന്ന് പറഞ്ഞാൽ പുലമ്പ്, ഭയങ്കരമായിട്ട് വാക്കുകളെ കൊണ്ട് വാചാലമായിട്ട് ജൽപ്പനങ്ങൾ പുറപ്പെടുവിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ താനും പുലമ്പും. പിന്നെ ക്വചിത് ധാവതി, ആ ഓടുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ഓടും. ക്വചിൽ ധാവതി ധാവന്ത്യം തിഷ്ഠന്ത്യനുതിഷ്ഠതി, എവിടെയെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടെ തന്നെ നിൽക്കും. അനുഷേദേ ശയാനായാമന്വാസ്തേ ക്വചിദാസതിം, ശയാനായാം കിടക്കുമ്പോൾ അനുഷേദേ കൂടെ കിടക്കുന്ന സമയത്ത് കൂടെ കിടക്കും. ക്വചിത് എവിടെയെങ്കിലും ആസതീം ഇരിക്കുന്നവളെ അന്വാസ്തേ അനുകരിച്ച് താനും ഇരിക്കും. അപ്പോൾ ക്വചിത് ധാവതി ധാവത്യം തിഷ്ഠന്ത്യാമനുതിഷ്ഠതി അനുഷേദേ ശയാനായാം അന്വാസ്തേ ക്വചിദാസതിം. പിന്നെ ക്വചിത് ശൃണോതി ശൃണ്വന്ത്യാം, അവൾ വല്ലതും കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ താനും കേട്ടുകൊണ്ടിരിക്കും. പശ്യന്ത്യാമനുപശ്യതി, കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താനും അത് കണ്ടുകൊണ്ടിരിക്കും. ക്വചിത് ജിഘ്രതി ജിഘ്രന്ത്യാം,
ചിലപ്പോൾ അവൾ എന്തെങ്കിലും വാസനിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ താനും മണത്തു നോക്കും. സ്പൃശതി ക്വചിൽ സ്പൃശന്ത്യാം സ്പൃശതി, സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ താനും അതിനെ സ്പർശിച്ചു നോക്കും, താനും അത് തൊട്ടു നോക്കും. പിന്നെ അപ്പോൾ ആ ശ്ലോകം ക്വചിത് ശൃണോതി ശൃണ്വന്ത്യാം പശ്യന്ത്യാം അനുപശ്യതി ക്വചിത് ജിഘ്രതി ജിഘ്രന്ത്യാം സ്പൃശ്യന്ത്യാം സ്പൃശതി ക്വചിൽ. പിന്നെ ക്വചിച്ച ശോചതീം ജായാം, വല്ലതിനും ശോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ദുഃഖിക്കുകയാണെന്നുണ്ടെങ്കിൽ ജായാമനുശോചതി, അവരുടെ കൂടെ ദുഃഖിക്കുന്ന പോലെ ദീനവത് അതിനെ അനുസരിക്കും, ദീനഭാവത്തോടെ അനുശോചിക്കും. അനുശോചതി ശോചിക്കും. പിന്നെ അനുഹൃഷ്യതി, സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ താനും സന്തോഷിക്കും. ഹൃഷ്യന്ത്യാമുദിതാമനുമോദത്തെ, സന്തോഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താനും വളരെ സന്തോഷത്തോടു കൂടിയിരിക്കും. അതാണ് അടുത്ത ശ്ലോകം. ക്വചിച്ച ശോചതിം ജായാം അനുശോചതി ദീനവത് അനുഹൃഷ്യന്തി ഹൃഷ്യന്ത്യാം ഉദിതാമനുമോദത്തെ. വല്ലപ്പോഴും ദുഃഖിക്കുന്ന ആ പത്നിയെ ദീനഭാവത്തോടെ അനുശോചിക്കുമ്പോൾ, അവൾ ദീനഭാവത്തോടെ ഇരിക്കുമ്പോൾ അനുശോചിക്കും. പിന്നെ സന്തോഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താനും സന്തോഷിക്കും. അതുപോലെ മോദത്തോടു കൂടിയിരിക്കുമ്പോൾ അവളെ അനുകരിച്ച് താനും ആനന്ദിക്കുകയും ചെയ്യണം. ഇങ്ങനെ എല്ലാം എന്തൊക്കെയാണോ ആ പത്നി ചെയ്തിരുന്നത് അവയൊക്കെ ആ പുരഞ്ജനനും അതിനെയൊക്കെ ചെയ്തു, ഒരേപോലെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ക്വചിത് പിബന്ത്യാം പിബതി മതിരാം മദവിഹ്വലഃ അസ്നന്ത്യാം ക്വചിദസ്നാദി ജക്ഷത്യാം സഹ ജക്ഷതി ക്വചിത് ഗായതി ഗായന്ത്യാം രുദന്ത്യാം രുദതി ക്വചിത് ഹസന്ത്യാം ഹസതി ജൽപന്ത്യാമനുജൽപതി ക്വചിത് ധാവതി ധാവന്ത്യാം തിഷ്ഠന്ത്യാമനുതിഷ്ഠതി അനുഷേദേ ശയാനായാം അന്വാസ്തേ ക്വചിദാസതീം ക്വചിത് ശൃണോതി ശൃണ്വന്ത്യാം പശ്യന്ത്യാമനുപശ്യതി ക്വചിത് ജിഘ്രതി ജിഘ്രന്ത്യാം സ്പർശന്ത്യാം സ്പൃശ്യതി ക്വചിച്ച ശോചതീം ജായാം അനുശോചതി ദീനവത് അനുഹൃഷ്യതി ഹൃഷ്യന്ത്യാം ഉദിതാം അനുമോദത്തെ. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ബുദ്ധിഹീനനായിരിക്കുന്ന മനുഷ്യൻ, ആ പുരഞ്ജനൻ ആ ഭാര്യയെ അനുസരിച്ചിട്ട് ക്വചിൽ എപ്പോഴെങ്കിലും അവൾ മദ്യപാനം ചെയ്യുമ്പോൾ ആ മദ്യം പാനം ചെയ്യും. അതുപോലെ ലഹരിയിൽ മയങ്ങിയവനായിട്ട് ഭവിക്കും. പിന്നെ എപ്പോഴെല്ലാം അവൾ തിന്നുന്നുവോ താനും കൂടെ ഇരുന്ന് ഭക്ഷണം തിന്നും. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതുപോലെ ക്വചിത് ഗായന്ത്യാം, എപ്പോൾ അവൾ പാടുന്നുവോ താനും പാടും. രുദത്യാം, കരയുന്നുവോ താനും കരയും. ഹസന്ത്യാം, ചിരിക്കുന്നുവോ താനും ചിരിക്കും. പുലമ്പ് ജൽപന്ത്യാം, അപ്പം അനുജൽപതി, താനും പുലമ്പും. ധാവന്ത്യാം എന്ന് പറഞ്ഞാൽ ഓടും, അവൾ ഓടുകയാണെങ്കിൽ താനും ഓടും. നിൽക്കുമ്പോൾ തിഷ്ഠന്ത്യാം, താനും നിൽക്കും. ശയാനായാം, കിടക്കുമ്പോൾ കൂടെ കിടക്കും. അനുശയത്തെ, എവിടെയെങ്കിലും ആസതീം, ഇരിക്കുന്നവളെ. അന്വാസ്തേ, അനുകരിച്ച് താനും ഇരിക്കും. വല്ലതും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതിൽ ശൃണ്വന്ത്യാം, കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താനും കേട്ടുകൊണ്ടിരിക്കും. പശ്യന്ത്യാം, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താനും കാണും. കൊതിൽ ജിഘ്രന്ത്യാം, വാസനിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ താനും വാസനിക്കും എപ്പോഴെങ്കിലും. സ്പർശന്ത്യാം സ്പൃശന്ത്യാം, എപ്പോഴെങ്കിലും തൊട്ടു നോക്കുന്നുണ്ടെങ്കിൽ താനും അതിനെ തൊട്ടു നോക്കും. ക്വചിത് ശോചതിയും, എപ്പോഴെങ്കിലും ശോചിക്കുകയാണ്, ദുഃഖിക്കുന്ന സമയത്ത് ജായാമനുശോചതി ദീന ഭാവത്തോടു കൂടിയിട്ട് അവളോട് കൂടിയിട്ട് ശോചിക്കും. ഹൃഷ്യന്ത്യാമുദിതാമനു, ഹർഷം സന്തോഷം ഉണ്ടാകുന്ന, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് സന്തോഷത്തോടു കൂടിയിരുന്ന് അവളെ അവളോട് കൂടിയിട്ട് ആനന്ദിക്കും. ഇങ്ങനെ വിപ്രലബ്ധോ മഹിഷ്യൈവം സർവപ്രകൃതി വഞ്ചിത. അവസാനത്തെ ശ്ലോകം. നേച്ഛന്നനുകരോത്യജ്ഞഃ ക്ലൈബ്യാൽ ക്രീഡാമൃഗോ യഥഃ വിപ്രലബ്ധോ മഹിഷ്യൈവം സർവപ്രകൃതി വഞ്ചിതഃ നേച്ഛന്നനുകരോത്യജ്ഞഃ ക്ലൈബ്യാൽ ക്രീഡാമൃഗോ യഥഃ. അങ്ങനെ ആ അറിവില്ലാത്തവൻ
ഇപ്രകാരം ആ ഭാര്യയാൽ പ്രലോഭിതനായിട്ട് സർവപ്രകൃതി പരിവാരങ്ങളാൽ വഞ്ചിതനായിട്ട് ആശിക്കില്ലെങ്കിലും ആ പൗരുഷമില്ലായകയാൽ കളിക്കുരങ്ങ് എന്ന പോലെ അനുകരിച്ച് പ്രവർത്തിക്കുന്നു. ആ ഭാര്യയെ അനുകരിച്ച് പ്രവർത്തിക്കുന്നു. ഭാര്യ ലംബടനായിട്ട്, സ്ത്രീ ലംബടനായിട്ട് ആ സ്ത്രീയെ അനുകരിക്കുന്നു എന്നർത്ഥം. ആ ബുദ്ധി ആ സ്ത്രീയെ അനുകരിക്കുകയാണ് ചെയ്യണം ആ പുരഞ്ജരൻ. ചിലപ്പോൾ അപ്പോൾ അറിവില്ലാത്തവൻ അജ്ഞഃ വിപ്രലബ്ധ, ഇപ്രകാരം അറിവില്ലാത്തവൻ ഇപ്രകാരം മഹിഷ്യ തൻ്റെ ഭാര്യയാൽ പ്രലോഭിതനായിട്ട്, വിപ്രലബ്ധ എന്ന് പറഞ്ഞ ഭാര്യയാൽ പ്രലോഭിതനായിട്ട് സർവപ്രകൃതി വഞ്ചിത പരിവാരങ്ങളാൽ വഞ്ചിതനായിട്ട് നേച്ഛൻ ഒന്നും ആശിക്കയില്ലെങ്കിലും ക്ലൈബ്യാൽ പൗരുഷമില്ലായ്മയാൽ ക്രീഡാമൃഗ കളിക്കുരങ്ങ് യഥ എന്ന പോലെ അനുകരോതി അവളെ അനുകരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിലത്തേക്ക് ആ പദങ്ങളും അർത്ഥങ്ങളും ആ വ്യാഖ്യാനവും നോക്കാം. ആദ്യം ആ 57-ാമത്തെ ശ്ലോകത്തിലെ ക്വചിത് പിബന്ധ്യാം പിബതി മതിരാം മദവിഹ്വല അസ്നന്ധ്യാം ക്വചിദസ്നാദി ജക്ഷത്യാം സഹജക്ഷതി. ക്വചിൽ എപ്പോഴെങ്കിലും, പിബന്ധ്യാം മദ്യപാനം ചെയ്യുമ്പോൾ, മതിരാം ആ പുരഞ്ജരനും പിബതി പാനം ചെയ്യും, മദവിഹ്വലഹ ഭവതി ലഹരിയിൽ മയങ്ങിയവനായിട്ട് ഭവിക്കും. ക്വചിൽ എപ്പോഴെങ്കിലും, അസ്നന്ധ്യാം അവൾ തിന്നുന്നുവോ, അസ്നാദി താനും കൂടെ തിന്നും, ജക്ഷത്യാം ഭക്ഷണം കഴിക്കുമ്പോൾ, സഹ കൂടെയിരുന്ന്, ജക്ഷതി ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ക്വചിൽ പിബന്ധ്യാം മതിരാം പിബതി മദവിഹ്വലാം ഭവതി ക്വചിത് അസ്നന്ധ്യാം അസ്നാദി ജക്ഷന്ധ്യാം സഹ ജക്ഷതി. ഒന്നുകൂടി പറയാം. ക്വചിത് പിബന്ധ്യാം മതിരാം പിബതി മദവിഹ്വലാം ഭവതി ക്വചിൽ അസ്നന്ധ്യാം അസ്നാദി ജക്ഷത്യാം സഹ ജക്ഷതി. അപ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞു, അതിൻ്റെ അർത്ഥം പറഞ്ഞു. അവളെ കുടിക്കുന്ന സമയത്ത്, മദ്യം കുടിക്കുന്ന സമയത്ത് കൂടെ ഇരുന്ന് കുടിക്കും, അതുപോലെ തിന്നുന്ന സമയത്ത് തിന്നും, ഭക്ഷിക്കുന്ന സമയത്ത് ഭക്ഷിക്കും. പിന്നെ ക്വചിൽ ഗായതി ഗായന്ത്യാം രുദത്യാം രുദതി ക്വചിൽ 58-ാമത്തെ ക്വചിത് ഹസന്ത്യാം ഹസതി ജൽപന്ത്യാമനുജൽപതി. ക്വചിൽ എപ്പോൾ, ഗായന്ത്യാം എന്ന് പറഞ്ഞാൽ അവൾ പാടുന്നുവോ, ഗായതി അപ്പോൾ താനും പാടും, ക്വചിൽ വല്ല നേരത്തും, രുദത്യാം കരയുന്നുവോ കരയുമ്പോൾ, രുദതി താനും കരയും, ക്വചിൽ വല്ല നേരത്തും, ഹസന്ത്യാം ചിരിക്കുമ്പോൾ, ഹസതി താനും ചിരിക്കും, ജൽപന്ത്യാം അവൾ പുലമ്പുമ്പോൾ, അനുജൽപതി താനും പുലമ്പും. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ക്വചിത് ഗായന്ത്യാം ഗായതി, ക്വചിത് രുദത്യാം രുദതി, ക്വചിത് ഹസന്ത്യാം ഹസതി, ക്വചിൽ ജൽപന്ത്യാം ഹസതി ജൽപന്ത്യാം അനുജൽപതി. എപ്പോൾ അവൾ പാടുന്നുവോ അപ്പോൾ താനും പാടും, വല്ല നേരത്തും കരയുന്നുവോ അപ്പോൾ താനും കരയും, വല്ല നേരത്തും ചിരിക്കുന്നുവോ അപ്പോൾ താനും ചിരിക്കും, അവൾ പുലമ്പുന്നുവോ താനും പുലമ്പും. അടുത്തത് ക്വചിത് ധാവതി ധാവത്യാം തിഷ്ഠന്ത്യാം അനുതിഷ്ഠതി അനുഷേദേ ശയാനായാം അന്വാസ്തേ ക്വചിദാസതിം. എപ്പോൾ ധാവന്ത്യാം, ക്വചിൽ എപ്പോൾ, ധാവന്ത്യാം എന്ന് പറഞ്ഞാൽ ഓടുന്നുവോ, എപ്പോൾ അവൾ ഓടുന്നുവോ അപ്പോൾ ധാവതി താനും ഓടും, തിഷ്ഠന്ത്യാം നിൽക്കുമ്പോൾ, അനുതിഷ്ഠതി അവിടെ തന്നെ നിൽക്കും, ശയാനായാം കിടക്കുമ്പോൾ, അനുശയത്തെ കൂടെ കിടക്കും, ക്വചിൽ എവിടെയെങ്കിലും, ആസതിയും ഇരിക്കുന്നവളെ, അന്വാസ്തേ അനുകരിച്ച് താനും ഇരിക്കും. അപ്പോൾ അതിൽ അന്വയം വന്നിട്ട് ക്വചിൽ ധാവന്ത്യാം ധാവതി, തിഷ്ഠന്ത്യാം അനുതിഷ്ഠതി, ശയാനായാം അനുശേതേ, ക്വചിൽ ആസതീം അന്വാസ്തേ. അതായത് എപ്പോൾ അവൾ ഓടുന്നുവോ അപ്പോൾ താനും ഓടും, നിൽക്കുമ്പോൾ താനും അവിടെ നിൽക്കും, കിടക്കുമ്പോൾ കൂടെ കിടക്കും, എവിടെയെങ്കിലും ഇരിക്കുന്നവളെ അനുസരിച്ച് താനും ഇരിക്കും. അടുത്തത് ക്വചിത് ശൃണോതി ശൃണ്വന്ത്യാം പശ്യന്ത്യാം അനുപശ്യതി, ക്വചിത് ജിഘ്രന്തി ജിഘ്രന്ത്യാം
സ്പൃശന്ത്യാം സ്പൃശതി കൊജിൽ, സ്പൃശന്ത്യാം സ്പൃശതി കൊജിൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൊജിൽ, ശൃണ്വന്ത്യാം അവൾ വല്ലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശൃണോതി താനും കേട്ടുകൊണ്ടിരിക്കും, പശ്യന്ത്യാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനുപശ്യതി കൂടെ താനും നോക്കും, കൊജിൽ ജിഘ്രന്ത്യാം അവൾ എപ്പോഴെങ്കിലും വാസനിച്ചു കൊണ്ടിരുന്നാൽ ജിഘ്രതി താനും മണത്ത് നോക്കും, കൊജിൽ സ്പൃശന്ത്യാം അവൾ എപ്പോഴെങ്കിലും വല്ലതും തൊട്ടു നോക്കുന്നത് സ്പൃശന്തി അപ്പോൾ താനും തൊട്ടു നോക്കും. അപ്പോൾ അതിലത്തെ അന്വയം അതിട്ട് കൊജിൽ ശൃണ്വന്ത്യാം ശൃണോതി, പശ്യന്ത്യാം അനുപശ്യതി, കൊജിൽ ജിഘ്രന്ത്യാം ജിഘ്രതി, കൊജിൽ സ്പൃശന്ത്യാം സ്പൃശതി. അപ്പോൾ അവൾ വല്ലതും കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താനും കേട്ടുകൊണ്ടിരിക്കും, കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ഇരുന്ന് താനും നോക്കും, അവളെപ്പോഴെങ്കിലും വാസനിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താനും മണത്ത് നോക്കും, അവളെപ്പോഴെങ്കിലും തൊട്ട് നോക്കുന്നത് കണ്ടാൽ താനും അതൊക്കെ തൊട്ട് നോക്കും. കൊജിച്ച ശോചതിം ജായാം അനുശോചതി ദീനവൽ 61. അനുഹൃഷ്യതി ഹൃഷ്യന്ത്യാമുദിതാൻ അനുമോദത്തെ. കൊജിച്ച ശോചതിം വല്ലപ്പോഴും ശോചതിം ദുഃഖിക്കുന്ന ജായാം ആ പത്നിയെ ദീനവത് ദീനഭാവത്തോടുകൂടി അനുശോചതി അനുശോചിക്കും, ഹൃഷ്യന്താം അവൾ സന്തോഷിച്ചിരിക്കെ അനുഹൃഷ്യതി താനും സന്തോഷിക്കും, മുദിതാം മോദത്തോടു കൂടിയിരിക്കുമ്പോൾ അനു അവളെ അനുകരിച്ച് താനും മോദത്തെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് കൊജിൽ ശോചതീം ജായാം ദീനവത് അനുശോചതി, ഹൃഷ്യന്താം അനുഹൃഷ്യതി, മുദിതാം അനു മോദത്തെ ച. അപ്പോൾ ഒന്നുകൂടി പറയാം, വല്ലപ്പോഴും അവൾ ദുഃഖിക്കുന്ന സമയത്ത് ആ പത്നിയെ ദീനഭാവത്തോടുകൂടി അവളുടെ കൂടെ ഇരുന്ന് അനുശോചിക്കും, അവൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് താനും സന്തോഷിക്കും, അവൾ മോദത്തോടു കൂടിയിരിക്കുമ്പോൾ അവളെ അനുകരിച്ച് താനും ആനന്ദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവസാനത്തെ ശ്ലോകം, വിപ്രലബ്ധാ മഹിഷീവം സർവപ്രകൃതി വഞ്ചിത നേച്ഛന്നനുകരോത്യജ്ഞഃ ക്ലൈബ്യാ ക്രീഡാമൃഗോ യഥ. അജ്ഞഃ അറിവില്ലാത്തവൻ, ഏവം ഇപ്രകാരം, മഹിഷ്യ തൻ്റെ ഭാര്യയാൽ, വിപ്രലബ്ധ പ്രലോഭിതനായിട്ട്, സർവപ്രകൃതി വഞ്ചിത പരിവാരങ്ങളാൽ വഞ്ചിതനായിട്ട്, നേച്ഛൻ ആശിക്കുന്നില്ലെങ്കിലും, ക്ലൈബ്യാ പൗരുഷമില്ലായകയാൽ, ക്രീഡാമൃഗ കളിക്കുരങ്ങ്, യഥ എന്ന പോലെ കളിക്കുരങ്ങ് എന്ന പോലെ, അനുകരോതി അനുകരിച്ച് പ്രവർത്തിക്കുന്നു. എന്നുകൂടി പറയാം, ജ്ഞഃ അറിവില്ലാത്തവൻ, ഏവം ഇപ്രകാരം, മഹിഷ്യ തൻ്റെ ഭാര്യയാൽ, വിപ്രലബ്ധ പ്രലോഭിതനായിട്ട്, സർവപ്രകൃതി വഞ്ചിത പരിവാരങ്ങളാൽ വഞ്ചിതനായിട്ട്, നേച്ഛൻ ആശിക്കുന്നില്ലെങ്കിലും, ക്ലൈബ്യാ പൗരുഷമില്ലായകയാൽ, ക്രീഡാമൃഗ കളിക്കുരങ്ങ്, യഥാ എന്ന പോലെ, അനുകരോതി അനുകരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിൽ താൻ അന്വയം വന്നിട്ട്, അജ്ഞഃ ഏവം മഹിഷ്യ വിപ്രലബ്ധ സർവപ്രകൃതി വഞ്ചിത നേച്ഛൻ ക്ലൈബ്യാത് ക്രീഡാമൃഗം യഥാ അനുകരോതി. ഒന്നുകൂടി പറയാം, അജ്ഞഃ ഏവം മഹിഷ്യ വിപ്രലബ്ധ സർവപ്രകൃതി വഞ്ചിത നേച്ഛൻ ക്ലൈബ്യാത് ക്രീഡാമൃഗ യഥാ അനുകരോതി. അറിവില്ലാത്തവൻ ഇപ്രകാരം തൻ്റെ ഭാര്യയാൽ പ്രലോഭിതനായിട്ട്, പരിവാരങ്ങളാൽ വഞ്ചിതനായിട്ട്, ആശിക്കുന്നില്ലെങ്കിലും പൗരുഷമില്ലായകയാൽ കളിക്കുരങ്ങ് എപ്രകാരമാണോ അതുപോലെ അവരെ അനുകരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ അവൾ മദ്യപാനം ചെയ്യുമ്പോൾ പാരവശ്യം ഹേതുവായിട്ട് താനും മദ്യപിക്കുന്നു, അവൾ എന്തെങ്കിലും തിന്നുമ്പോൾ കൂടെ തിന്നുന്നു, ഭക്ഷിക്കുമ്പോൾ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നു, പാടുമ്പോൾ അവളോടൊത്ത് പാടുന്നു, കരയുമ്പോൾ കരയുന്നു, ചിരിക്കുമ്പോൾ ചിരിക്കുന്നു, അസംബന്ധം പറയുമ്പോൾ അവരുടെ കൂടെ പറയുന്നു, ഓടുമ്പോൾ ഓടുന്നു, നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്നു, കിടക്കുമ്പോൾ കൂടെ കിടക്കുന്നു, ഇരിക്കുമ്പോൾ ഒപ്പം ഇരിക്കുന്നു, അവൾ കേൾക്കുമ്പോൾ താനും കേൾക്കുന്നു, കാണുമ്പോൾ കൂടെ കാണുന്നു, മണക്കുമ്പോൾ മണക്കുന്നു, അവൾ ദുഃഖിക്കുമ്പോൾ ശോകം അഭിനയിക്കുന്നു, സന്തോഷിച്ചിരിക്കുമ്പോൾ താനും സന്തോഷിച്ചിരിക്കുന്നു, അവൾ സന്തോഷിച്ചാൽ അതിനെ അനുവദിക്കുകയും ചെയ്യുന്നു. അവിവേകിയായിരിക്കുന്ന ഒരുവൻ ഭാര്യയാൽ വഞ്ചിതനായിട്ട് ബുദ്ധി നശിച്ച് നപുംസക സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവളുടെ ഒരു ക്രീഡാമൃഗമായിട്ട് അധപ്പതിക്കുന്നു. തനിക്ക് ഇഷ്ടമല്ലാത്ത പലതും അവളാൽ പ്രേരിതനായിട്ട് അവളുടെ തൃപ്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്നു. അവിവേകിയായിരിക്കുന്ന അജ്ഞനായ ഒരാളുടെ പത്നി അനുകരണ വ്യഗ്രതയെ പറ്റിയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വിവേകികൾ ഇതിന് മുതിരുകയില്ലെന്ന് ആണ് ഇതുകൊണ്ട് നമ്മൾ ധരിക്കേണ്ടത് എന്നുള്ളതാണ്
ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനേ പഞ്ചവിംശോധ്യായ 62 ശ്ലോകങ്ങൾ കൊണ്ട് കൂടി ഇത് അവസാനിക്കണം. ഇതിട്ട് അവസാനത്തതിൻ്റെ ആ വ്യാഖ്യാനം വന്നിട്ട് പറയാനില്ല. കൊജിച്ച തസ്യാം മതിരാം പിബന്ധ്യാം സ്വയം പിബതി. മധുര കുടിക്കുന്ന സമയത്ത് സ്വയം കുടിക്കുന്നു. കൊജിച്ച ഗായന്ത്യാം ഗായതി, കൊജിൽ രുദന്ത്യാം രുദതി, ഹസന്ത്യാം ഹസതി, കൊജിത് ധാവന്ത്യാം ധാവതി, തിഷ്ഠന്ത്യാം തിഷ്ഠതി, കൊജിൽ ശൃണ്വന്ത്യാം ശൃണോതി, പശ്യന്ത്യാം പശ്യതി, കൊജിച്ച ശോചന്ത്യാം ശോചതി, ഹൃഷ്യന്ത്യാം ഹൃഷ്യതി. ഏവം മഹിഷ്യാ വഞ്ചിത. ഇപ്രകാരം ആ ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട് ക്രീഡാമൃഗത്തെ പോലെ അവളെ ഇവ അനുകരോതി, ഇപ്രകാരം അനുകരിക്കുന്നു. ഏവം മഹിഷ്യാ വഞ്ചിത ക്രീഡാമൃഗ ഇവാനുകരോതി. അപ്പോൾ ഹരേ കൃഷ്ണ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ.